ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ കാണാനുള്ള അതിയായ ആഗ്രഹം, അല്ലെങ്കിൽ മുത്തശ്ശന്റെ ഈ ഒരു പ്ലാൻ പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് നയന കുറച്ച് നാടകങ്ങളൊക്കെ കളിക്കുന്നത്. അതിൽ മുത്തശ്ശൻ വീഴുന്നുണ്ട്. മുത്തശ്ശൻ നയനക്ക് മെസ്സേജ് അയക്കുകയാണ്, എലിസബത്തിനെ കൂട്ടാതെ നാളെ രാവിലെ അമ്പലത്തിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. നയനക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. രാവിലെ തന്നെ നയന കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പോവാ. ആദർശ് പോയി കഴിഞ്ഞിട്ടാണ് റെഡി ആവുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആദർശിന് അറിയില്ല നയനെ എവിടെയാ പോകാൻ പോകുന്നത്. മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരോടും പറയാനോ ആരെയും കൂടെ കൂട്ടാനോ പറ്റില്ല. എലിസബത്തിനെ പോലും കൂടെ കൂട്ടിടുന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ട് തന്നെ നയനിയാണെങ്കിൽ ആരോടും പറയാതെ കുളിച്ച് റെഡിയായിട്ട് അങ്ങോട്ട് പോകാൻ പോകുമ്പോഴേക്കും എലിസബത്ത് ചേച്ചി ചോദിക്കണ്ട, അല്ല ഇത് എവിടേക്കായി പോകുന്നത്? അത് ഞാൻ വെറുതെ ഒന്ന് അമ്പലം വരാ. ഓ പറ്റില്ല, കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ പോയത് ഓർമ്മയുണ്ടല്ലോ. അന്ന് എനിക്ക് കിട്ടിയ വഴക്കൊന്നും ചില്ലറയല്ല എൻ്റെ മോളെ. അതുകൊണ്ട് മോൾ എന്തായാലും ഒറ്റക്ക് പോകണ്ട, ചേച്ചിയും കൂടി വരാം. അയ്യോ അത് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ദേ ഇവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലാ. ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഇവിടെ ഗേറ്റിന്റെ ഫ്രണ്ടിലാണെങ്കിൽ പോലും കൂടെ ഞാൻ വരും. എല്ലാന്നുണ്ടെങ്കിലേ എൻ്റെ പണി പോകും. അത് മാത്രമല്ല മോള് എന്നെയാണ് ഫുള്ളായിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഇവിടെ നിന്ന് ഉത്തരവാദപ്പെട്ടവരൊക്കെ പുറത്തു പോയിരിക്കുന്നത്. അപ്പൊ മോള് നോക്കേണ്ട കാര്യം ആർക്കാ? എനിക്ക്. ഇപ്പൊ മോളെ മാത്രമല്ല മോളുടെ കുഞ്ഞിനെയും കൂടി നോക്കണ്ടേ. അപ്പൊ രണ്ടുപേരും നോക്കേണ്ട ജോലിയാ എനിക്കുള്ളത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് എവിടെ പോകാനുള്ള പ്ലാൻ ഒന്നും വേണ്ട, എലിസബത്ത് ചേച്ചിയും കൂടി വരും. അയ്യോ ചേച്ചി, അത് പിന്നെ പ്ലീസ് ചേച്ചി ഞാൻ പോയിട്ട് വരട്ടെ. ചേച്ചി വന്നാ ഒന്നും നടക്കില്ല. എന്ത് നടക്കില്ലെന്ന്? അല്ല ചേച്ചി വന്നു കഴിഞ്ഞാലേ എനിക്ക് ശരിക്കും തൊഴാൻ പറ്റില്ല, അതാണ്. അതൊന്നും കുഴപ്പമില്ല എലിസബത്ത് ചേച്ചിയെ, അമ്പലത്തിന് പുറത്തു നിന്നോളാം. മോളകത്തേറി നന്നായിട്ട് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഈ ചേച്ചിയുടെ ഒരു കാര്യം. ശരി എന്നാ വാ എന്ന് പറയാണ്. അങ്ങനെ നയന എലിസബത്തിനെ കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ. അപ്പൊ എലിസബത്തിനെ കാണുമ്പോൾ മുത്തശ്ശനും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ഈശ്വര, ഇവൾ എലിസബത്തിനെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. ഇനി എലിസബത്തിന് മുമ്പിലും കൂടി സത്യങ്ങൾ പറയേണ്ടി വരുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എലിസബത്ത് ആണെങ്കിൽ മുത്തശ്ശനെ കാണുമ്പോൾ ഈശ്വര, മുത്തശ്ശൻ ഇവിടെ ഉണ്ടല്ലോ, നയനമോളെ വഴക്ക് പറയോ എന്തോ എന്നൊക്കെ കേട്ട് അടുത്തേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശ എന്ന് പറഞ്ഞ് നയനെ വിളിക്കുമ്പോഴേക്കും എലിസബത്തിനെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. അതെ, എലിസബത്തും ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതാ പിന്നെ എലിസബത്തെ മോളെ ഞാനിവിടെ കണ്ട കാര്യം ആരോടും പറയരുത് കേട്ടോ. അപ്പൊ സാറും കൊച്ചുമകളും കൂടിയിട്ടുള്ള ചെറിയൊരു ഡ്രാമയായിരുന്നു ഇതല്ലേ? ഞാനാകെ പേടിച്ചു പോയി. അതെ, നീ ഇവിടെ നിൽക്ക്, എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നയനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് അമ്പലത്തിന്റെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ വെറും നാടകമാണ് മോളെ. ആദർശിന ശത്രുക്കൾ ഒരുപാടുണ്ട്. ആ ശത്രുക്കളിൽ നിന്ന് എങ്ങനെ പൊരുതി ആദർശം മുന്നോട്ട് പോകാം, അത് അവൻ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ബിസിനസ്സിൽ അവൻ എന്നെക്കാളും ഒരു പടി മുകളിലാണെന്ന് ഞാനിപ്പോൾ പറയുള്ളൂ. ദേ എൻ്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് നീയും ആദർശക്ക. പക്ഷെ ശത്രുക്കളെ എങ്ങനെ ഒഴിവാക്കി, ശത്രുക്കളെ കണ്ടുപിടിച്ച് അവരെങ്ങനെ അതിൽ നിന്ന് മാറ്റാമെന്ന് അവനറിയില്ല. അതിനു വേണ്ടിയിട്ടാണ് മോളെ ഞാൻ ഈ നാടകമൊക്കെ കളിക്കുന്നത്. പക്ഷേ അവൻ ഏറെ കുറേയൊക്കെ ഇപ്പൊ നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസം, വളരെ കുറച്ച് ദിവസം ഞാൻ മോൾക്ക് ഉറപ്പ് തരാണ്, മോളുടെ പ്രസവത്തിന് മുൻപേ തന്നെ മോള് അനന്തപുരി തറവാട്ടിലേക്ക് എത്തിയിരിക്കും. എന്താ അതുപോലെ? നയനക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ നയനയും മുത്തശ്ശനും സന്തോഷത്തോട് സംസാരിച്ച് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നയനക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എലിസബത്ത് ചേച്ചി ഇത് പറയണ്ട, ചേച്ചി എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിന്ന് പുറത്തുന്ന കാര്യം ആരോടും പറയണ്ട എന്നൊക്കെ പറയണം. അങ്ങനെ ആ കാര്യം അവിടെ കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്ന അഭിനയാണ്. അഭിയാണെങ്കിൽ നാണം കെട്ട് വീണ്ടും AN ജ്വല്ലറിലേക്ക് കയറി പോവുകയാണ്. ഈശ്വര, ഇവിടെ വരാൻ തന്നെ മടിയാവുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടാ പോയത്? ആ സ്വിറ്റ്സർലാൻഡിന്റെ ആ ഒരു ഡീല് അടിച്ചെടുക്കും, മലേഷ്യൻ ഡീൽ അങ്ങനെയാക്കും, അത് ഇങ്ങനെയാക്കും, എന്നിട്ട് ഇപ്പൊ ഒന്നും ആയില്ല. ഇവിടെ കയറി വരാൻ തന്നെ മടിയാവുന്നു. സ്റ്റാഫുകളുടെ മുഖത്ത് എങ്ങനെ നോക്കൂ? ആദ്യം കണ്ടത് ആ മാളവികനെയാണ്. എന്താ സംഭവിച്ചത് അവളോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിയാണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. മാളവികനെ വിളിക്കുന്നുണ്ട്. എന്റെ മാളവികയുടെ അടുത്ത് ചോദിക്കേണ്ട, നമുക്ക് ആ ഡീല് കിട്ടിയില്ല, അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലെ? അറിഞ്ഞു സർ. അപ്പൊ തന്നെ TV-യിലും അതുപോലെ തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. എന്താ മാളവിക, എന്താ പറ്റിയത്? താൻ ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങൾ ഡിസൈൻ ചെയ്തില്ലേ? അയ്യോ സർ, ഞാൻ ഡിസൈൻ ചെയ്തായിരുന്നു, നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തായിരുന്നു സർ. ചിലപ്പോൾ അവരെ നേരത്തെ തന്നെ കണ്ട് സംസാരിച്ച് എല്ലാം ഡീൽ ഉറപ്പിച്ചിട്ട് വെറുതെ ഒരു ഡീല് വെച്ചതായിരിക്കും സാർ ഇത്. അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്നില്ല. ഇത് അവര് കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ചെയ്തു. ആ നയന എന്ന് പറഞ്ഞ ഗർഭിണി ഉണ്ടല്ലോ, അവൾ ഉറങ്ങാതെയാണ് 3-4 ദിവസം കഷ്ടപ്പെട്ടിട്ട് ആ ഡിസൈനൊക്കെ ചെയ്തെന്ന് അനി പറഞ്ഞത്. ചിലപ്പോ ആയിരിക്കും സർ, അവര് ട്രഡീഷണൽ ആഭരണങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ ട്രഡീഷണൽ മാത്രമല്ലല്ലോ, ട്രഡീഷണൽ പൊതുവെ നമുക്ക് കുറവായിരുന്നു. ഡയമണ്ടിന്റെ കളക്ഷൻസ് ആയിരുന്നല്ലോ കൂടുതലേ. എനിക്ക് ഡയമണ്ട് കളക്ഷനിലാണ് സർ കുറച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ കളക്ഷൻസ് കുറച്ച് കൂടുതൽ വെച്ചു. അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല സർ, ഇനിയും ഒരുപാട് ഡീലുകൾ വരുമല്ലോ, ഞാൻ തന്നെ
സാറിന് ആ ഡീലെല്ലാം ഓക്കെ ആക്കി തരും. ഇപ്പൊ സാർ ഭാഗ്യദോഷിയാണെന്ന് പറയുന്ന ആളുകളുടെ നാവ് കൊണ്ട് തന്നെ സാറാണ് ഈ ജ്വല്ലറിന്റെ ഭാഗ്യം എന്ന് പറയിപ്പിക്കാൻ ഞാൻ ഉണ്ടാവും സർ. മാളവികെ, നീ ഉണ്ടാവണം, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, അതാണ് എൻ്റെ ധൈര്യം. ശരി സർ, ഞാൻ സാറിന്റെ കൂടെ തന്നെയുണ്ട് എന്ന് പറയാണ്. മാളവിക മനസ്സിലാക്കാൻ പിന്നെ കൂടെ തന്നെ ഉണ്ട്, തൻ്റെ ഈ കമ്പനി അടച്ചു പൂട്ടിക്കോടോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാളവിക അവിടെ നിന്ന് പോകുന്നട്ടോ. ശേഷം നവ്യ ജ്വല്ലറിലേക്ക് വരുവാണ്. ശേഷം അബിയെടുത്ത് സംസാരിക്കുന്നുണ്ട്. നിനക്കിവിടെ ഒറ്റയ്ക്ക് വരാനൊരു മടിയും ചമ്മലൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചിട്ടാ ഞാൻ കൂടെ വന്നത്. ഡേവിഡ് സാറിനെ ഫേസ് ചെയ്യാൻ നിനക്കിതിൽ മടിയുണ്ടോ? അയാളെ ഫേസ് ചെയ്യാൻ ഞാനിതിലാ മടിക്കണത്? അയാൾ ഇയാളെ നോക്കിയോ? ഇപ്പൊ നിനക്ക് അയാളത്തുള്ള ബഹുമാനമൊക്കെ പോയോ? അങ്ങനെയൊന്നുമല്ല. അല്ല, ഞാനിതിലാ മടിക്കണത്. ഇത് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഒരു ഡീൽ ഉറപ്പിക്കാൻ പോയപ്പോ കൂടെ പോയി, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഡിസൈൻ വരച്ചതും ഈ ഡീലിൽ പങ്കെടുക്കാൻ വേണ്ടി എഗ്രിമെന്റ് സൈൻ ചെയ്തതൊന്നും ഞാനല്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ പേടിക്കണത്? അത് നീ പറഞ്ഞ ശരിയാണ്. ഞാൻ നിനക്കൊരു ധൈര്യത്തിന് വേണ്ടി ഇവിടെ വന്നതാടാ എന്ന് പറയാണ്. എനിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ല നവ്യെ. നീ നോക്കിക്കോ, ഒരു ഡീലല്ലേ പോയുള്ളൂ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ ഓണമൊക്കെയല്ലേ വരാൻ പോണത്. ഇനിയും പല പല രാജ്യങ്ങളിൽ നിന്നും പല പല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും. അത് ഈ ജ്വല്ലറി തന്നെ എടുക്കും നവ്യെ, നീ നോക്കിക്കോ എന്നൊക്കെ പറയാണ്. നവ്യ മനസ്സിലാക്കണം, എടുക്കും. അതിനു മുമ്പ് ഈ ഓഫീസും ഈ ജ്വല്ലറി എല്ലാം ഞാൻ പൂട്ടിക്കോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാട്ടോ. ഇവിടെ എന്തൊക്കെയോ കള്ളത്തരം നടക്കുന്നുണ്ട്, എന്തൊക്കെയോ കള്ള സ്വർണ്ണങ്ങൾ കൊണ്ട് വെക്കുന്നുണ്ട്. ഇനി സ്വർണത്തിൽ വില മായവും ചേർക്കുന്നുണ്ടോ? സ്വർണം നല്ല സ്വർണ്ണം അല്ലേ ഇനി ഇവര് കൊടുക്കുന്നത്? എന്തൊക്കെയോ ഉടായ്പുണ്ട്. എന്തായാലും ഇവരുടെ ജ്വല്ലറിന്ന് ഒരു 2-3 ജ്വൽസ് മേടിച്ചിട്ട് ഒന്ന് ഒരു ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യണത് നല്ലതായിരിക്കും. അതെ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവര് മായം ചേർക്കുന്നുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ പണിക്കൂലി ഇല്ലാത്ത എങ്ങനെ അവർക്ക് ഇങ്ങനെ ഇത്രയും കുറവിൽ കൊടുക്കാൻ പറ്റും? അത് മാത്രല്ല, ഇവര് കള്ളക്കടത്ത് സ്വർണം ഒരുപാട് എടുക്കണ്ട്. അത് വഴിയെ കണ്ടുപിടിക്കാം. കാരണം കള്ളക്കടത്ത് നടത്തുന്നത് അയാളാണല്ലോ, കിങ് ഓഫ് കോബ്ര. അയാളെ കണ്ടുപിടിച്ചാലേ ആ കാര്യം നടത്താൻ പറ്റുള്ളൂ. ആദ്യം ഇവരുടെ സ്വർണം അല്ല ലാബ് ടെസ്റ്റ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് ലാബ് ടെസ്റ്റ് ഒക്കെ പാസ്സായിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. ഇവര് കുറെ ലാബ് ടെസ്റ്റ് നടത്തിയെന്ന് പറയണ്ട്. ഇനി വല്ല കള്ളത്തരോടൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു മാല, അതായത് ജ്വല്ലറി പുറത്തുള്ളൊരു ഷോറൂമിൽ പോയിട്ട് നമ്മുടെ നവ്യ ഒരു മാല മേടിക്കാട്ടോ. എന്നിട്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എനിക്കൊരു സംശയം, ഇതിൽ പറഞ്ഞിരിക്കുന്ന ISA മുദ്രയും ഇതിൽ കൊടുത്തിരിക്കുന്ന ലാബ് ടെസ്റ്റുകളൊക്കെ ഇവര് പാസ്സായിട്ടുണ്ടോന്ന്. അല്ല, ഇത്രയും പെട്ടെന്ന് ഇത്രയും സ്വർണ്ണമൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ അതൊരു നിസ്സാരക്കാർക്ക് പറ്റില്ല. അല്ലെങ്കിൽ കള്ളക്കടത്ത് സ്വർണ്ണമായിരിക്കണം. എന്തായാലും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അതിനെന്താ, ഞാൻ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തോളാം, എന്നിട്ട് നിന്നെ അറിയിച്ചോളാം എന്ന് കൂട്ടുകാരി പറയാണ്. നവ്യക്ക് സന്തോഷമാവുന്നുണ്ട്. നവ്യ തിരിച്ചു പോവാണ്. അങ്ങനെ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച ആകുമ്പോഴാണ് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ നവ്യ എടുത്ത് കൂട്ടുകാരി പറഞ്ഞിട്ട്, നീ സംശയിച്ചത് വെറുതെ അല്ലടി. ഇതിൽ പകുതിയും സ്വർണ്ണേ ഉള്ളൂ, ബാക്കി പകുതി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ചെമ്പും അതുപോലെ തന്നെ സ്വർണവും അതുപോലെ തന്നെ ചെമ്പും തിരിച്ചറിയാൻ പറ്റാത്ത പല ലോഹങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്വർണം ഉണ്ടാക്കിയിരിക്കുന്നത്. കള്ളന്മാര്, പാവപ്പെട്ടവര് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി സ്വർണം മേടിക്കുമ്പോൾ അതിലെ മായം കാണിക്കുന്നു. എന്തായാലും ഇത് പരാതിപ്പെട്ടേ പറ്റൂ. ഞാൻ ചെയ്തോളാം. ഇത് നമ്മളാണെന്ന് അറിയാത്ത രീതിയിൽ വേറൊരു കസ്റ്റമർ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കിതിനെതിരെ ഒരു നടപടി എടുക്കണം. ശരി, വേണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ ഒരാളെ അറേഞ്ച് ചെയ്തോ സ്വർണം മേടിക്കാനായിട്ട്. നിന്റെ കസിൻസോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നിട്ട് സ്വർണത്തിൽ മായം കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റോ കൊടുത്താൽ മതിയല്ലോ. ഈ കേസ് കോടതിയിലേക്ക് പോകും, പിന്നെ എല്ലാം കോടതി നോക്കിക്കോളും. ശരിയടി, അതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ ജ്വല്ലറിയുടെ പല കള്ളത്തരങ്ങളും കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ച് പുറപ്പെടുവാണ് നമ്മുടെ നവ്യ കേട്ടോ. ആ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.